വിഷം കഴിച്ച് മടുത്തില്ലേ നിങ്ങൾക്ക്? നമ്മൾ കഴിക്കുന്ന പഴത്തിൽ വരെ വിഷമാണ്. ഗുരുവായൂർക്ക് പോകാൻ നിൽക്കുന്ന കദളിക്കൊലകളാണ് ഇതൊക്കെ. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇവിടെ എന്താ നടക്കുന്നതെന്ന്. ഇവരെന്താ ചെയ്യണേന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയത് കണ്ട. ഓരോരോ ഗുളികകളായിട്ട് ഈ വാഴകളുടെ ഇടയിൽ കൂടി ഇവരിങ്ങനെ ഇട്ട് കൊടുക്കേണ്ട വാഴേന്റെ കോമ്പിലേക്ക്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പരിപാടി കാണുന്നത്. ഇത് എന്തിനാണ് ഇവർ ചെയ്യണേന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം. കമ്പനി ഇവരോട് പറഞ്ഞതേ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗുളിക വെള്ളത്തിൽ കലക്കിയിട്ട് കൂമ്പിൽ ഒഴിച്ചു കൊടുക്കാനാണ് പറഞ്ഞത്. പക്ഷെ ഇവർ തന്നെ കണ്ടുപിടിച്ച വേറൊരു പരിപാടിയാണിത്. വെള്ളത്തിൽ കലക്കാതെ ഓരോ ഗുളിക എടുത്തിട്ട് എത്ര ഇലയുണ്ടോ ആ ഇലേന്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ഇതിന്റെ ഈ ഇടയിലേക്ക് ഇങ്ങനെ പോകും. இது உள்ள பெஸ்ட் எல்லாம் கண்ட்ரோல் பண்ணிடும். பெஸ்ட் வண்டு எல்லாமே மறிச்சு போயிடும். ശരിക്കും? ஆமா. ഇവർ പറയുന്നതേ ഈ ഗുളിക ഈ വാലിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് വേറെ ചെള്ള് കാര്യങ്ങളൊന്നും വരൂലെന്നാണ്. ഇത് സത്യം തന്നെയാണെന്ന് നമുക്കൊന്ന് നോക്കാട്ടാ. நீங்க சொன்ன மாதிரி விஷம் எல்லாம் அந்த காலம் அப்போ இப்போ ஃபுருடான் அதெல்லாம் அப்போ நிறைய பியூட நல்லா யூஸ் பண்ணி கேரளா மட்டும் இல்லை தமிழ்நாட்டில் எல்லாமே வெஜிடபிள்ஸ் எல்லாம் பாய்சனாக போய் கேன்சர் எல்லாம் வந்துட்டு இருந்துச்சு. பட் இப்போ நம்ம யூஸ் பண்ணுறது 100% ஆர்கானிக். 100% ஆர்கானிக். இது எப்படியான இந்த வாழைக்கலை யூஸ் பண்ணது? இது ஒரு 5 லிட்டர் வெள்ளத்துல 10 கிராம் இந்த குளுகை எடுத்துட்டு நல்லா கலக்கிட்டு எடுத்து அதோட கூம்புல விடலாம். അതായത് 5 ലിറ്റർ വെള്ളത്തില് 10 ഗ്രാം എടുത്ത് മിക്സ് ചെയ്തിട്ട് കൂമ്പിൽ ഇതുപോലെ ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ട്, പുഴുക്കള്, ചെള്ള് കാര്യങ്ങളൊക്കെ ഇല്ലേ ഒന്നും വരൂല. 100% ഓർഗാനിക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ മുമ്പത്തെ പോലെ കുരുടാനടിക്കുന്നതിന്റെ പേടി കാര്യങ്ങളൊന്നും വിചാരിക്കണ്ട. ഇവരിങ്ങനെ ഇത് ചെയ്യുന്നതുകൊണ്ട് കിട്ടുന്ന ഗുണം നമുക്കാണ്. കാരണം ഇങ്ങനെ തന്നെ വാഴ ഇല, വാഴപ്പഴം എല്ലാം അങ്ങേക്ക് எல்லாம் கேரளாக்கு போகுது. மோஸ்ட்லி இங்க தமிழ்நாட்டுல இருந்து கேரளா பார்டர் தான் இருக்கு, கோயம்புத்தூர். ஸோ கேரளாக்கு தான் போகுது. எல்லாம் 100% ஆர்கானிக்காக தான் இப்போ போகுது. അപ്പൊ ഇവര് ഇത് 100% ഓർഗാനിക് ഉള്ള SPCന്റെ ഹോമിയോ അഗ്രോ കെയർ യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഗുണം കിട്ടുന്നത് നമുക്കാണ്. കാരണം നമുക്ക് യാതൊരു കെമിക്കലില്ലാത്ത വിഷമില്ലാത്ത വാഴപ്പഴം കഴിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അത് തന്നെ വലിയ കാര്യമല്ലേ. കാരണം ഇത് വാഴ കൃഷിക്ക് മറ്റുമല്ലല്ലോ. ஆனா இது வாழை கிருஷி மட்டும் இல்ல, எல்லா பயிருக்கும் விடலாம். எல்லா பயிருக்கும், எல்லா வெஜிடபிள்ஸுக்கும் நம்ம எல்லாத்துக்கும் யூஸ். അപ്പൊ ഇത് വാഴ കൃഷിക്ക് മാത്രമല്ല, ഈ SPCന്റെ ഹോമിയോ അഗ്രോ കെയർ നമ്മുടെ വീട്ടിലുള്ള എല്ലാ ചെടികൾക്കും, ഫ്രൂട്ട്സിനായിക്കോട്ടെ, വീട്ടിലെ കറിവേപ്പില ആയിക്കോട്ടെ, എന്ത് കൃഷി ഉണ്ടെങ്കിൽ എല്ലാത്തിനും ഉപയോഗിക്കാം. ഉപയോഗിക്കുന്ന രീതി മാത്രമേ മാറ്റുള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ SPC ഹോമിയോ അഗ്രോ കെയർ മാറ്റും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോ കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലെ എല്ലായിടത്തും ഈ 2 പ്രോഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കും നമ്മുടെ വീട്ടിലേക്കും വളരെ അത്യാവശ്യമാണ്. ചെറിയ കൃഷി ആയിക്കോട്ടെ, വലിയ കൃഷി ആയിക്കോട്ടെ, ഏത് കൃഷിയാണെങ്കിലും ഈ 2 പ്രോഡക്റ്റ് അത്യാവശ്യമാണ്. അപ്പൊ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തേക്കാം. ഈ നമ്പറിൽ വിളിച്ചാലും നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടി പറ്റും. അപ്പോൾ SPC ഹോമിയോ അഗ്രോ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്താൽ ഇതുപോലെ കൃഷി ചെയ്യുന്ന എല്ലാവർക്കും ഉപകാരപ്പെടും. കാരണം എല്ലാ വീട്ടിലും കൃഷിയുണ്ട്, എല്ലാ നാട്ടിലും കൃഷിയുണ്ട്. അപ്പൊ എല്ലാവർക്കും ഉപകാരപ്പെടുത്തേ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.